നമസ്കാരം, എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റൊക്കെ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏകദേശം ഒരു മാസമാണ് സമയമുള്ളത്. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ പഠനം തുടങ്ങാത്തവരെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് ഫുൾ കവർ ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന ടോപ്പിക്കുകൾ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള 1-2 ടോപ്പിക്ക് ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാസം ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറയുന്നത്. ഈ ടോപ്പിക്കുകൾ ഇതിൽ പറയുന്ന ടോപ്പിക്കുകളെങ്കിലും നല്ല വൃത്തിക്ക് പഠിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ആ ടോപ്പിക്കുകളിലേക്കൊന്ന് കടക്കാം. അപ്പോൾ നമുക്ക് 1-2 ചോദ്യങ്ങൾ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് ആട്ടക്കഥ അല്ലെങ്കിൽ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചേരുംപടി ചേർക്കാനാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആട്ടക്കഥയുടെ പേരും രണ്ടാമത്തേത് അതിലുള്ള കഥാപാത്രങ്ങളുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഗംഭീരവധത്തിലെ കഥാപാത്രമാണ് പാഞ്ചാലി, ഭഗവധത്തിലെ കഥാപാത്രമാണ് ഹിഡുംബി, രാവണ വിജയത്തിലെ കഥാപാത്രമാണ് രംഭ, നിവാത കവചകാലകേവധത്തിലെ കഥാപാത്രമാണ് ഉർവശി. ഇനി ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കാം. വേറിട്ട് നിൽക്കുന്നത് തിരിച്ചറിയുക. കുറച്ച് ആട്ടക്കഥകളുടെ പേരാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് ഒറ്റപ്പെട്ടതാണ്. അതേതാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ 3 എണ്ണം ഒരാൾ എഴുതിയിട്ടുള്ളതാണ്, 1 മറ്റൊരാൾ എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം എന്നിവ എഴുതിയിട്ടുള്ളത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. രാവണ വിജയം എന്നുള്ളത് കരീന്ദ്രൻ തമ്പുരാൻ്റെ ഒരു ആട്ടക്കഥയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് രാവണ വിജയം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള 2 തരത്തിലുള്ള 2 പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നൊരു ചേരുംപടി ചേർക്കലും, ഒന്ന് നമ്മൾ കൃതി അതിൻ്റെ ഒറ്റപ്പെട്ടത് ഏതാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ആട്ടക്കഥകളുടെ പേര്, അത് എഴുതിയിട്ടുള്ള ആൾ, അതിലുള്ള കഥാപാത്രങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിലെ പദം എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആട്ടക്കഥയെ അല്ലെങ്കിൽ ഒരു ആട്ടക്കഥ എഴുതിയിട്ടുള്ള ആൾ, ഇപ്പോൾ അശ്വതി തിരുനാളാണെങ്കിൽ അശ്വതി തിരുനാൾ എഴുതിയിട്ടുള്ള എല്ലാ ആട്ടക്കഥകളെ കുറിച്ചും അതിലുള്ള ആ ആട്ടക്കഥകളിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് ആട്ടക്കഥകളെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഥകളി അല്ലെങ്കിൽ രാമനാട്ടം എന്ന് പറയുന്നത്, അല്ലെ കഥകളിയുടെ രൂപമാണ് രാമനാട്ടം എന്ന് പറയുന്നത്. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഈ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ആട്ടക്കഥ എന്നുള്ള ഭാഗം പഠിക്കാനുള്ളത്, അല്ലേ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യകാലത്തെ രചനകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് കോട്ടയത്തു തമ്പുരാൻ. കോട്ടയത്തു തമ്പുരാൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഭഗവധം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, കാലകേയവധം തുടങ്ങിയവ. ഇതിലുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, ഇനി മറ്റ് ആളുകളുടെ ഇതുപോലെയുള്ള ആട്ടക്കഥകളുടെ പേര് കൂടി നമുക്കൊന്ന് പഠിക്കാം. അടുത്തത് അശ്വതി തിരുനാൾ. അശ്വതി തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പൗണ്ഡ്രകവധം, അംബരീഷ ചരിതം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം എന്നിവ. ഇനി കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ അഥവാ ധർമ്മരാജ എന്നറിയപ്പെടുന്ന ആട്ടക്കഥാകൃത്താണ് രാജസൂയം, സുഭദ്രാഹരണം, ഭഗവധം, നരകാസുരവധം, കല്യാണ സൗഗന്ധികം എന്നീ കൃതികൾ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടിട്ടുള്ള കൃതികളാണ് കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. ഇത് എഴുതിയിട്ടുള്ളത് ഇരയിമ്മൻ തമ്പിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ ഭഗവധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതി മറ്റൊരാൾ കോട്ടയത്ത് തമ്പുരാന് കൂടി എഴുതിയിട്ടുള്ളത് കണ്ടു. അതുപോലെ തന്നെ കല്യാണ സൗഗന്ധികവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരേ പേരിൽ തന്നെ വ്യത്യസ്ത സാഹിത്യ വിഭാഗങ്ങളിൽ കൃതി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തുള്ളൽ പഠിക്കുന്ന സമയത്ത് അവിടെയും എന്തുണ്ടാവും? കല്യാണ സൗഗന്ധികം, ഭഗവധം തുടങ്ങി രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതേ പേരിൽ തന്നെ കൃതികളുണ്ടാവും. അപ്പോൾ ഓരോ സാഹിത്യ വിഭാഗവും
അതാരാണ് എഴുതിയിട്ടുള്ളത്, അതിലുള്ള കഥാപാത്രങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ പേരുകൾ മാത്രം പഠിച്ചാൽ പോരാ, ഇതിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള പദങ്ങൾ, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ, ഇവയൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും ഒരു 20 മിനിറ്റ് 30 മിനിറ്റുള്ള വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് പോർഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ കരീന്ദ്രൻ തമ്പുരാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ കൂടി ഒന്ന് നോക്കാം. കിളിമാനൂർ രാജരാജവർമ്മ കോയി തമ്പുരാൻ എന്നാണ് കരീന്ദ്രൻ തമ്പുരാൻ്റെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് രാവണ വിജയം. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി മറ്റു കൃതികളൊന്ന് നോക്കാം. കല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ ബാലി വിജയം, മയസ്കരമോസിൻ്റെ ദുര്യോധനവധം, ബി കൃഷ്ണൻ തമ്പിയുടെ താടകവധം, ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ പാട്ടുണ്ണീച്ചരിതം. ഈ കൃതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മലയാള സാഹിത്യത്തിലുള്ളൊരു പ്രവണതയാണ്, ഒരു കൃതി, ഒരു സാഹിത്യ വിഭാഗത്തിൽ ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ അതുപോലെയുള്ള ആ കൃതിയെ അനുകരിച്ചുകൊണ്ട് ഒത്തിരി കൃതികൾ വരും. അപ്പം അങ്ങനെയുള്ള കൃതികളുടെ കുത്തൊഴുക്കിനെ പരിഹസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് പാട്ടുണ്ണീച്ചരിതം എന്ന് പറയുന്നത്. അപ്പോൾ ആട്ടക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കൃതികളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. ഇനി നമ്മൾ പറയുന്ന ടോപ്പിക്ക് തുള്ളൽ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം, ശീതങ്ങൻ വിഭാഗത്തിൽപ്പെട്ട തുള്ളൽ കൃതി ഇവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഗണപതി ഭ്രാതൽ, സഭാപ്രവേശം, ബാണയുദ്ധം, കിരാതം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഗണപതി ഭ്രാതലാണ്. അപ്പോൾ നമുക്കിത് ശീതങ്ങൻ തുള്ളലാണോ അല്ലെങ്കിൽ ഒട്ടൻ തുള്ളലാണോ പറയൻ തുള്ളലാണോ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വിഭാഗത്തിലും പെടുന്ന കൃതികൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മൾ നേരത്തെ ആട്ടകഥ പറഞ്ഞപ്പോൾ പദം ചോദിക്കുന്ന ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പദം എന്ന് പറഞ്ഞാൽ ശ്ലോകം. അതുപോലെ തന്നെ ഇവിടെ തുള്ളലിലെ വരികളും ചോദിക്കാറുണ്ട്. അത് ഏത് തുള്ളലിലെ വരികളാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുള്ളലുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അധിക വിവരങ്ങൾ കൂടി അറിയാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് തുള്ളലിലെ വരികളാണ്. നമുക്ക് നോക്കാം. പച്ചമാംസം തന്നെ തിന്നു വളർന്നവൻ മെച്ചമേറും പുളിശ്ശേരി കൊതിക്കുമോ? ഇത് ഏത് തുള്ളലിലെ വരികളാണ് എന്നാണ് ചോദ്യം. കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞിട്ടുള്ള തുള്ളലിലെ വരികളാണിത്. ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു പറയൻ തുള്ളൽ വിഭാഗത്തിൽപ്പെട്ട തുള്ളലാണ് കല്യാണ സൗഗന്ധികം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് കിട്ടിയത്. ഈ വരികൾ ഏത് കൃതിയിലേതാണ് എന്ന് കിട്ടി, അതുപോലെ തന്നെ കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ എന്ന് കിട്ടി, അതുപോലെ തന്നെ പറയൻ തുള്ളൽ വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് കല്യാണ സൗഗന്ധികം എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എമ്പ്രാനൽപ്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ശീലാവതി ചരിത്രത്തിലെ വരികളാണിത്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രീവിയസായി വന്നിട്ടുള്ള ചോദ്യങ്ങളിലുള്ള വരികളാണ്, അതുപോലെ തന്നെ കൃതികളാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിനെ കുറിച്ചുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് തുള്ളലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കുറച്ച് പഠന ഗ്രന്ഥങ്ങളാണ്. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹം, ഡോക്ടർ KN ഗണേഷ് നമ്പ്യാരും തുള്ളൽ സാഹിത്യവും, ഏവൂർ പരമേശ്വരൻ, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ആഗമനം, ഗണപതി ശർമ്മ. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ പറഞ്ഞു. ഇത്രയും മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വയം പഠനം കൂടി, കണ്ടെത്തൽ പഠനം കൂടി ആവശ്യമാണ്. നമുക്ക് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും വിവരങ്ങൾ പഠിച്ച് വയ്ക്കുക. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തു നിന്നും മാക്സിമം ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മാക്സിമം കാര്യങ്ങൾ, മാക്സിമം ഫാക്ട്സ് പഠിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു എക്സാം, ഏത് തരം എക്സാം ആയിരുന്നാലും നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ചോദ്യം നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു കഥാപാത്രം മാത്രം രംഗത്ത് വരുന്ന സ്ത്രീവാദ നാടകമാണ് ലേബർ റൂം, ബ്യൂട്ടി പാർലർ, കന്യ, കസാൻഡ്ര.
ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ നമ്മുടെ നാടകം എന്ന് പറഞ്ഞിട്ടുള്ള സാഹിത്യ വിഭാഗത്തിൽ പലതരം നാടകങ്ങളുണ്ട്. സംബന്ധ നാടകമുണ്ട്, തനത് നാടകമുണ്ട്, ഏകാംഗ നാടകമുണ്ട്, ക്രൗര്യ നാടകമുണ്ട്, അങ്ങനെ സ്ത്രീവാദ നാടകമുണ്ട്. അങ്ങനെ ഒത്തിരി നാടക വിഭാഗങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ നാടകം ജസ്റ്റ് ഒരു നാടകം, അതിൻ്റെ കഥാപാത്രം, അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയം ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഓരോ വിഭാഗത്തിലും പെടുന്ന നാടകങ്ങൾ നമ്മൾ നേരത്തെ ആട്ടകഥ പഠിച്ചു, അതുപോലെ തന്നെ തുള്ളൽ പഠിച്ചു. വ്യത്യസ്ത വിഭാഗത്തിൽ പെടുന്ന തുള്ളലുകൾ ഏതാണ് എന്നൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാടകവും അതിൻ്റെ ഓരോ വിഭാഗങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അതിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സ്ത്രീവാദ നാടകത്തിനെ കുറിച്ച് 1-2 പോയിൻറ്റ്സ് അഡീഷണലായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് സ്ത്രീ നാടകവേദി എന്ന ഒരു വിഭാഗത്തിനെ കുറിച്ച് 2-3 പോയിൻറ്റ്സ് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. 1944 കെ സരസ്വതി അമ്മ ദേവദൂതി എന്ന നാടകം രചിച്ചു. ആദ്യമായിട്ടുള്ള നാടകം. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം. 1980കളിൽ ഗൗരവപരമായ സ്ത്രീപക്ഷ ഇടപെടലുകൾ നടന്നു. അപ്പോൾ സ്ത്രീ നാടകവേദിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് 1944 തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഈ ഒരു കാലഘട്ടം, ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ ഉത്തരാധുനിക കാലഘട്ടം വരെ ഒത്തിരി കൃതികൾ നമ്മുടെ നാടകവേദിയിൽ, സ്ത്രീ നാടകവേദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നാടകങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരറിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ 3 ഭാഗങ്ങളും, അതായത് ആട്ടക്കഥ, തുള്ളൽ, അതുപോലെ തന്നെ നാടകം എന്നീ വിഭാഗങ്ങൾ വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ദൃശ്യകലാ സാഹിത്യ പഠനം എന്ന് പറയുന്ന 3ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിൽ സ്കിപ്പ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. എല്ലാം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഈ ഭാഗത്തിൽ തന്നെയാണ് നമുക്ക് സിനിമയും വരുന്നത്. സിനിമയിൽ ഒരു കഴിഞ്ഞ രണ്ട് എക്സാമിന് മുന്നേ, അതായത് കഴിഞ്ഞ ഒരു എക്സാം അതിൻ്റെ തൊട്ട് മുന്നത്തെ എക്സാമിൽ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നായിരുന്നു ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തിരക്കഥകൾ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അനുവർത്തനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അനുവർത്തനങ്ങളൊക്കെ ആദ്യകാലം മുതൽ തന്നെ നമ്മുടെ സെറ്റിൻ്റെ ചോദ്യപേപ്പറിൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ പരിചയമാവും. ഓക്കെ, ഓരോ ഭാഗങ്ങളും തമ്മിൽ ഏതൊക്കെ നമ്മുടെ സിലബസിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കൊരു 4 ക്വസ്റ്റ്യൻ പേപ്പർ, മിനിമം ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ്, ഏത് ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക് നോക്കാം. ഇനി മറ്റൊരു ചോദ്യം. പ്രാസവാദം മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒന്നുമല്ല, അത് ചായക്കോപ്പയിലെ വിപ്ലവമാണ്. ആരുടെ പ്രസ്താവനയാണിത്? ഇത് KP അപ്പൻ, സുകുമാർ അഴീക്കോട്, MN വിജയൻ, ആശാമേനോൻ. സുകുമാർ അഴീക്കോടിൻ്റെ വാക്കുകളാണിത്. ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് വിമർശനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിമർശനത്തിൽ നമുക്ക് വിമർശന ഗ്രന്ഥങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ വിമർശന ഗ്രന്ഥത്തിലും വിമർശന വിധേയമാകുന്ന കൃതി ആരാണ് അല്ലെങ്കിൽ വ്യക്തി ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വാക്യങ്ങൾ, അല്ലേ, നമ്മൾ വിമർശിക്കുമ്പം അവർ പറയുന്ന കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള പോയിൻറ്റ്സ് കൂടി നമുക്ക് പഠിക്കുമ്പോഴാണ് വിമർശനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വിമർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വിമർശനത്തിൽ ആദ്യം നോക്കുന്നത് PK നാരായണപിള്ളയാണ്. PK നാരായണപിള്ള എന്ന് പറഞ്ഞാൽ സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. വിശ്വസാഹിത്യത്തെ പറ്റി ആദ്യം സംസാരിച്ച നിരൂപകനാണ് PK നാരായണപിള്ള. 2 PK നാരായണപിള്ളയുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയാണ്. ഓക്കെ, തത്വസമർത്ഥനാത്മകമായ വിമർശനം മലയാളത്തിൽ ആദ്യം പ്രയോഗിച്ച ആളാണ്
സാഹിത്യ പഞ്ചാനൻ. കൃഷ്ണഗാഥ എന്ന് പറഞ്ഞിട്ടുള്ള കൃഷ്ണഗാഥയുടെ നിരൂപണത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു രീതി അവതരിപ്പിച്ചിട്ടുള്ളത്. ദാന്തെ, മിൽട്ടൺ എന്നിവരോട് എഴുത്തച്ഛനെ താരതമ്യപ്പെടുത്തി 3 ഭാഷാ കവികൾ എന്ന പ്രബന്ധം എഴുതിയതും സാഹിത്യ പഞ്ചാനൻ തന്നെയാണ്. കരുണയ്ക്ക് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനോട് ആധർമ്മണ്യം പ്രഖ്യാപിച്ച നിരൂപകൻ. അതെങ്ങനെയാണ്? നമ്മുടെ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമാണ് എന്തിനുപയോഗിച്ചിരിക്കുന്നത്? കരുണയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? നദോന്നത എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുചേലവൃത്ത വഞ്ചിപ്പാട്ടിനോട് കരുണയ്ക്ക് ആധർമ്മണ്യം ഉണ്ട്, അതായത് രണ്ടും ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറയാൻ കാരണം ഈ ഒരു വൃത്തമാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ജോസഫ് മുണ്ടശ്ശേരിയെയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. നല്ലൊരു എഴുത്തുകാരനും കൂടിയായിരുന്നു. അപ്പം അദ്ദേഹം വിമർശകൻ എന്ന നിലയിലാണ് കൂടുതലും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് സന്ദേശം അതന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം. മാനദണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിൽ നിന്നാണ് ഈ ഒരു ലേഖനം എടുത്തിട്ടുള്ളത്. മയൂര സന്ദേശത്തെ നിശിതമായി വിമർശിച്ച നിരൂപകനാണ് ജോസഫ് മുണ്ടശ്ശേരി. രൂപഭദ്രതാവാദം 1947 മാതൃഭൂമിയിലാണ് ഇദ്ദേഹം രൂപഭദ്രതാവാദത്തിനെ കുറിച്ച് പറയുന്നത്. തോട്ടിയുടെ മകൻ എന്ന തകഴിയുടെ ഈ ഒരു കൃതിയെ ആസ്പദമാക്കിയാണ് അദ്ദേഹം രൂപഭദ്രതാവാദത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഇത് നമ്മുടെ എക്സാമിൽ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇനി പറയുന്നത് കാളിദാസനോടോ കേരളവർമ്മയോടോ നീതി ചെയ്യാൻ മുണ്ടശ്ശേരിക്ക് ആയിട്ടില്ല എന്ന് മുണ്ടശ്ശേരിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് അഴീക്കോടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഓരോരുത്തരുടെയും കൃതികൾ പഠിക്കണം, അതിലുള്ള ഏത് കൃതിയാണ് വിമർശന വിധേയമാക്കുന്നത് എന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുമാത്രമല്ല, മറ്റുള്ളവരെ കുറിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മുണ്ടശ്ശേരിയെക്കുറിച്ച് അഴീക്കോട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അതുപോലെ ഓരോ വിമർശകരും മറ്റുള്ള വിമർശകരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ്. ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ നമ്മളിതിൽ ചർച്ച ചെയ്യാത്ത 2 ടോപ്പിക്കുകളാണ് നമ്മുടെ ഗദ്യം പദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. നോക്കൂ, നമുക്ക് ഗദ്യം പദ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം നമുക്ക് ഈ ഒരു രീതിയിൽ ടോപ്പിക്കായിട്ട് എടുത്തു തരാൻ കഴിയില്ല. കാരണം അതൊരു വലിയ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് ഇന്ന കാര്യങ്ങളെ വരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് ഒരു വീഡിയോ ആക്കി തരാൻ കഴിയില്ല. കാരണം അത് ഇപ്പോൾ പദ്യമാണെങ്കിൽ ശ്രീരാമ കവിയുടെ രാമചരിതം മുതൽ ഇന്ന് ഉണ്ടായിട്ടുള്ള, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കവിത വരെ നമുക്കതിൽ പഠിക്കണം. അപ്പോൾ അതിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം നമുക്കത് ഇത് നിർബന്ധമായിട്ടും പഠിക്കണം, ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം വരുമെന്ന് നമുക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ കഴിയില്ല. കാരണം ഒത്തിരി ഭാഗങ്ങൾ പഠിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോവലായാലും ചെറുകഥയായാലും കവിതയായാലും നമുക്ക് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് ചില പരിമിതികളുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യകാലത്തെ നോവലുകളും ചെറുകഥകളുമൊക്കെ നമുക്ക് കുറച്ച് അറിയാമായിരിക്കും. ബഷീർ, അതുപോലെ തന്നെ തകഴി, MT മുകുന്ദൻ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമായിരിക്കും. അതിന് പുറമെ നിങ്ങൾ ഉത്തരാധുനിക എഴുത്തുകാരായിട്ടുള്ള ആളുകളുടേത് കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മളെ വിമർശനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. അപ്പോൾ അതിൽ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, നമ്മൾ കവി, സഹൃദയൻ, കാവ്യം എന്നൊക്കെ പറയുന്ന ഭാഗം, അത് ആ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. കാരണം കവി എന്താണ്, കാവ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള നിർവചനങ്ങൾ നമുക്ക് എല്ലാ ചോദ്യപേപ്പറിലും കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ വ്യാകരണത്തിൻ്റെ ഭാഗവും. ഓക്കെ, ഇതിപ്പോൾ എല്ലാ ഭാഗവും പറഞ്ഞല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. അതിൽ ഓരോ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മാക്സിമം ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത്തവണത്തെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.